മൂസിന, എന്തു പറ്റി? അനസ് അവളെ അടുത്ത് വന്ന് വല്ല തട്ടി. എണീക്ക്, ഡാൻസ് കളിക്ക്. ഇല്ല ഇക്ക, ഞാനില്ല, നിങ്ങൾ പോയി കളിച്ചോളി. അതെന്താ? അത് ഒരുപാട് ആണുങ്ങളൊക്കെ ഇല്ലേ, എനിക്ക് മടിയാണ്, എനിക്ക് കഴിയില്ല ഇതൊന്നും നമുക്ക് ചേരുന്നതല്ല ഇക്ക. ഹൈ എൻ്റെ റബ്ബേ, അന്നെ ആണല്ലോ ഞാൻ കെട്ടി എഴുന്നള്ളി കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അനസ് എണീറ്റ് പോയി. അല്ലാ, ഇതൊന്നും എനിക്കിഷ്ടമല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് ഒന്ന് കളിക്കാമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ, എല്ലാ ഫാമിലിയിൽ നിന്നും എല്ലാവരും ടൂറൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാറുണ്ടല്ലോ. ഇതിപ്പോൾ അന്യപുരുഷന്മാരുടെ കൂടെ എനിക്കൊന്നും ഡാൻസ് കളിക്കാനൊന്നും പറ്റില്ല. ഒന്ന് വേഗം സ്ഥലം എത്തിയിരുന്നെങ്കിൽ ഈ കൂത്താട്ടം ഒന്നും കാണേണ്ടി വരില്ലായിരുന്നു. കാരണം അവളുടെ അടുത്ത് ഇക്കയുടെ ഫ്രണ്ട്സ് ഓരോരുത്തരായി വന്ന് കൈപിടിച്ച്, എണീക്ക് മൂസിന, നീ എന്താ എൻജോയ് ഒന്നും ചെയ്യുന്നില്ലേ, എണീക്ക് വാ. ഇല്ല, നിങ്ങൾ കളിച്ചോളൂ, എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്നെ തൊടല്ലേ പ്ലീസ് എന്ന് പറഞ്ഞ് അവൾ കൈ തട്ടി മാറ്റി. അപ്പോൾ എടാ അനസേ, എന്താ ഇത്, ഇവളെന്താ ഇങ്ങനെ? ഇക്കയോട് അതൊക്കെ പറഞ്ഞു. ഇക്കയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം അന്യ പെണ്ണുങ്ങളുടെ കൈയൊക്കെ പിടിച്ചാണ് അദ്ദേഹം കളിക്കുന്നത്. പിന്നെയാണ് എൻ്റെ കയ്യിൽ ആരെങ്കിലും കയറി പിടിച്ചാൽ അദ്ദേഹത്തിന് വല്ല പ്രശ്നവും ഉണ്ടാവുമോ? പല പെണ്ണുങ്ങളും വന്ന് മൂസിനയെ പ്രേരിപ്പിക്കുന്നു. മൂസിന, എണീക്കടോ, താനെന്താ ഇതിനൊന്നും വരാതെ, എൻജോയ്മെൻ്റ് ഒന്നും ചെയ്യാതെ ഇരുന്ന സീറ്റിൽ തന്നെ ഇരിക്കുകയാണോ? ഇല്ല, നിങ്ങൾ പോയി കളിച്ചോളൂ, എനിക്കിതൊന്നും ഇഷ്ടമല്ല, നിങ്ങൾ പോയി കളിച്ചോളൂ. അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ അവർക്കൊരു ചായ കുടിക്കണം എന്ന് തോന്നി. ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി സൈഡാക്കി. എല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി ഹോട്ടലിലേക്ക് പോയി. മൂസിന വണ്ടിയിൽ നിന്നിറങ്ങി. അല്ലാ, ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ സർ, ഇനി എന്താ ചെയ്യുക? ഇവിടെ എങ്ങാനും ഒരു പള്ളി കണ്ടിരുന്നുവെങ്കിൽ പോയി നിസ്കരിക്കാമായിരുന്നു. അവളുടെ കണ്ണുകൾ പല സ്ഥലങ്ങളിലേക്കും നോക്കി, ഒരു പള്ളി എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ നോക്കിയ ഒരു പള്ളിയുടെ ഒരു മിനാരം അവളുടെ കണ്ണിൽ തെളിഞ്ഞു. അല്ലാ, അതാ അവിടെ ഒരു പള്ളി. ഇക്കയോട് ചോദിച്ചു നോക്കാം നിസ്കരിക്കട്ടെ എന്ന്. ഇക്ക, അവിടെ ഒരു പള്ളിയുണ്ട്, ഞാൻ പോയി നിസ്കരിച്ചിട്ട് വരാം. നിങ്ങൾ ചായ കുടിക്കുന്ന സമയം മതി എനിക്ക് നിസ്കരിച്ച് വരാൻ. നിങ്ങൾ ഹോട്ടലിലേക്ക് പോയിക്കോളൂ, ഞാൻ വേഗം നിസ്കരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് മൂസിന പള്ളിയുടെ അരികിലേക്ക് നടന്നു. പള്ളിയുടെ പിൻഭാഗത്തായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നമസ്കാര സൗകര്യം ഒരുക്കിയിരിക്കുന്നു എന്ന് എഴുതി വെച്ച ഭാഗത്തേക്ക് മൂസിന നീങ്ങി, ഉളു എടുക്കാനായിട്ട്. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നമസ്കാര ഹാളിലേക്ക് പോയി. എല്ലാവരും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചോദിച്ചു, എന്നാൽ ഇനി പോവല്ലേ, കുറേ ദൂരം പോവാനുള്ളതല്ലേ, നമുക്ക് പോയാലോ? അപ്പോഴാണ് അനസ്, അല്ല, മൂസിന വന്നിട്ടില്ലല്ലോ, മൂസിന എവിടെ പോയി? അവളെ നിസ്കരിക്കാൻ വേണ്ടി ആ പള്ളിയിലേക്ക് പോയതാ. അപ്പോൾ അതിലെ ചില സ്ത്രീകൾ, ആണോ, എന്നാൽ ഞങ്ങളും കൂടി ഒന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് നീങ്ങി. മൂസിന നിസ്കരിച്ച് പായിൽ തന്നെ ഇരിക്കുകയാണ്, ദിക്റുകളെല്ലാം ചൊല്ലി. അപ്പോൾ അതാ താൻ പോന്ന വണ്ടിയിലെ ചില സ്ത്രീകൾ നടന്നു വരുന്നു പള്ളിയിലേക്ക്. മൂസിന വിചാരിച്ചു, അവർ ചിലപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വന്നതായിരിക്കും. അവർ വന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ, അല്ലാ, ഇതുവരെ വന്നിട്ട് ഒരു നേരത്തെ നിസ്കരിക്കണമെന്നൊന്നും ഇവർക്കെന്താ തോന്നാത്തത്, ഇവരൊന്നും മുസ്ലിങ്ങളല്ലേ? അതെല്ലാം ഓർത്ത് മൂസിന. ഇവരൊക്കെ പോയി വന്നിട്ടും ഈ മൂസിനതെവിടെ എന്തെടുക്കുക, നിസ്കരിക്കാനാന്നും പറഞ്ഞു പോയിട്ട് എത്ര നേരമായി? ദേഷ്യത്തിൽ മൂസിനയെ തിരഞ്ഞ് അനസ് പള്ളിയുടെ അടുത്തേക്ക് പോയി. പള്ളിയുടെ മുറ്റത്ത് നിന്നും തീരെ ബഹുമാനമില്ലാത്ത രീതിയിൽ, മൂസിന, മൂസിന. അല്ലാ, ഇക്കയാണല്ലോ അത്. പേടിച്ച് വിറച്ച് നിസ്കാരപ്പായയിൽ നിന്നും അവൾ ഓടി ഇക്കയുടെ അടുത്തേക്ക്. നീ എന്തെടുക്കുക, എത്ര നേരമായി നീ വന്നിട്ട്? അത് ഇക്ക, അവരൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിസ്കരിക്കാൻ വേണ്ടി വന്നതാവുമെന്ന്, അതാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നത്. മതി മതി, നടക്കങ്ങോട്ട്. നിന്നെ കൊണ്ടുവന്ന് ഞാൻ ഇടങ്ങേറായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എത്ര ആളുകളുടെ ടൈമാണ് നീ വേസ്റ്റാക്കിയതെന്ന് നിനക്കറിയോ? ശോഭിതനായ അനസ് വണ്ടിയിലേക്ക് കയറി. തൻ്റെ സീറ്റിൽ വന്നിരുന്ന മൂസിന, അല്ലാ, അൽഹംദുലില്ലാ, അങ്ങനെ നിസ്കരിക്കാൻ കഴിഞ്ഞു, ഞാൻ ഹാപ്പിയായി. എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയിരുന്നു. പതിയെ പതിയെ എല്ലാവരും ഒരു ഉറക്കത്തിലേക്ക് മയങ്ങിത്തുടങ്ങിയിരുന്നു. മൂസിനയും ചെറുതായി ഒന്ന് മയങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്ന് എല്ലാവരും ഉറങ്ങിയോ എന്ന് നോക്കിയപ്പോൾ തൻ്റെ ഇക്കയെ അവിടെ എവിടെയും കാണുന്നില്ല. അല്ലാ, ഇക്ക എവിടെ പോയി എന്ന് കരുതി മൂസിന സീറ്റിൽ നിന്നും ഒന്ന് എഴുന്നേറ്റ് എല്ലായിടത്തേക്കും നോക്കി. എൻ്റെ അടുത്ത് ഇരുന്നതാണല്ലോ, ഇപ്പോൾ പെട്ടെന്ന് എവിടെ പോയി? കണ്ണുകൾ ഇക്കയെ തിരയുകയാണ്.
പെട്ടെന്ന് ബാക്കിലേക്ക് നോക്കിയപ്പോൾ അതാ 2 സ്ത്രീകളുടെ ഇടയിൽ തൻ്റെ ഇക്ക ഇരിക്കുന്നത് കാണുന്നു. പെട്ടെന്ന് മുഹ്സിനക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അപ്പോൾ താൻ കണ്ടത് സത്യമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പടച്ച റബ്ബേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. തന്നെ ഉറക്കി കിടത്തിയിട്ട് താൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മറ്റു പെണ്ണുങ്ങളുടെ അടുത്ത് പോയി സംസാരിക്കാൻ ഈ ഇക്കയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്ന് അവൾ ഹൃദയവേദനയോടെ തേങ്ങി. വളരെയധികം സങ്കടത്തോടെ ഇക്ക എന്ന് വിളിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അത്രക്കും നീചനീയമായ രംഗമാണ് മുഹ്സിന അവിടെ കണ്ടത്. അവൾ എഴുന്നേറ്റ് നിന്ന്, അല്ലാ, ഈ വണ്ടിയിൽ എത്ര ആണുങ്ങളുണ്ട്, അവരൊക്കെ അവരുടെ ഭാര്യമാരുടെ അടുത്താണല്ലോ ഇരിക്കുന്നത്. പിന്നെ ഈ ഇക്ക മാത്രം എന്താ എന്നെ ഉറക്കി കിടത്തിയിട്ട് ആ പെണ്ണുങ്ങളുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നത്? എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് വേദനയോടെ മുഹ്സിന സീറ്റിൽ തന്നെ ഇരുന്നു. പഠിച്ചോനെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ടൂറൊന്നും പോരില്ലായിരുന്നു. ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല റബ്ബേ. എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഇക്ക മറ്റു പെണ്ണുങ്ങളോട് കൊഞ്ചിക്കുഴയുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ്. ഇക്ക തൻ്റേത് മാത്രം ആകണമെന്നുള്ള വിചാരം കൊണ്ടായിരിക്കും. മുഹ്സിന സങ്കടപ്പെട്ടു. ഇക്കയെ വിളിക്കണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല എനിക്ക്. ഇക്കയുടെ അടുത്ത് പോയി എന്താണിത്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഒന്നും കാണാത്ത പോലെ അവിടെ തന്നെ ഇരിക്കാം. വേറെ വല്ല പെണ്ണുങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ചോദിക്കും, എല്ലാ ആണുങ്ങളും ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, പിന്നെ നിങ്ങൾ മാത്രം എന്താ ആ പെണ്ണുങ്ങളുടെ കൂടെ പോയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ചൂടാവും. പക്ഷേ എനിക്ക് അതിനൊന്നും ഉള്ള ധൈര്യം ഇക്കയോടില്ല. അവരുടെ കൂടെയൊക്കെ ഇരുന്ന് കൊഞ്ചിക്കുഴയുന്നതും സംസാരിക്കുന്നതുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എൻജോയ്മെൻറ്റ്. എൻ്റെ കൂടെ ഇരിക്കുന്നതോ സംസാരിക്കുന്നതോ ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ടൂറൊക്കെ പോകുന്നത്. എനിക്കെന്നും ദുഃഖം മാത്രമാണല്ലോ സംഭവിക്കുന്നത്. ഈ വണ്ടിയിലെ കുറച്ചാളുകൾ മാത്രം ഉറങ്ങുന്നുണ്ട്. കുറച്ചാളുകൾ വളരെ സന്തോഷത്തോടെ തൻ്റെ ഭാര്യമാരോടൊപ്പം സംസാരിച്ചിരിക്കുന്നു. താനിവിടെ സങ്കടപ്പെട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. ഇരുട്ട് മൂടി തുടങ്ങിയ പ്രകൃതിയിലേക്ക് നോക്കി അവൾ പടച്ചവനോട് ചോദിച്ചു, എൻ്റെ ജീവിതവും ഇതുപോലെ ഇരുട്ടലാണല്ലോ റബ്ബേ. എന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വരിക? എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം എന്നാണാവോ ഉണ്ടാവുക? വിവാഹം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഒരു ദിവസം പോലും ഞാനൊന്നും സന്തോഷിച്ചിട്ടില്ല. ഞാൻ എന്നും പ്രതീക്ഷിക്കും ഇക്ക എന്നോട് നല്ലപോലെ സംസാരിക്കും, നല്ല രീതിയിൽ എൻ്റെ അടുത്തേക്ക് വരും. പക്ഷേ നിരാശയാണ് അന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഇക്ക ടൂർ കൊണ്ടുവന്നത് ഇതിനു വേണ്ടിയായിരിക്കും. അവരുടെ സന്തോഷം ഇതൊക്കെയാണെന്ന് എനിക്ക് കാണിച്ചു തരാനാവും എന്ന് മുഹ്സിന വിചാരിച്ചു. അല്ലെങ്കിലും എന്തിനാണ് ആ പെണ്ണുങ്ങളോടൊക്കെ സംസാരിച്ചിരിക്കേണ്ടത്? എന്താവശ്യമാണുള്ളത് അതിനുള്ളത്? ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് കരുതി ക്ഷമിച്ച് ജീവിക്കുകയാണ് ഞാൻ. പക്ഷേ തന്നോടില്ലാത്ത സ്നേഹം, സന്തോഷം അവരോട് കാണിക്കുന്നത് കാണുമ്പോൾ നെഞ്ച് പൊട്ടിപ്പോകുന്ന വേദനയാണ് എനിക്ക്. അവൾ അല്ലാഹുവിന് വേണ്ടി ഒരുപാട് ദിക്റുകൾ ചൊല്ലി. താൻ കണ്ട കാഴ്ചകൾ കണ്ണിൽ നിന്നും മായ്ഞ്ഞു പോകാൻ വേണ്ടി, താൻ ഇഷ്ടപ്പെടാൻ പോലും ആഗ്രഹിക്കുന്നില്ല ആ കാഴ്ചകൾ. അതിനുവേണ്ടി അവൾ ദിക്റുകൾ ചൊല്ലി അതിൽ കിടന്ന് ഉറങ്ങിപ്പോയി. കുറേ മണിക്കൂറുകൾക്ക് ശേഷം അനസ് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. മുഹ്സിന, മുഹ്സിന, നീ എണീക്ക്. ആ ഇക്ക, നീ നല്ലോണം ഉറങ്ങിയോ? ആ ഇക്ക, ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഇക്ക ഉറങ്ങിയോ? ആ പിന്നെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നിൻ്റെ അടുത്ത്. ഞാനും നല്ലതുപോലെ ഉറങ്ങി. ഞാൻ കുറേ നിന്നെ വിളിച്ചു, പക്ഷെ നീ അറിഞ്ഞില്ല. പിന്നെ ഞാൻ നീ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. മുഹ്സിന മനസ്സിൽ വിചാരിച്ചു, തൻ്റെ ഇക്ക മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഇരിക്കുന്നതും കൊഞ്ചിക്കുഴയുന്നതൊന്നും താൻ കണ്ടു എന്ന രീതിയിൽ അവൾ സംസാരിച്ചതേയില്ല. ഇനി ഞാൻ അതൊക്കെ പറഞ്ഞ് വെറുതെ ഇനിയും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി മുഹ്സിന എല്ലാം ഉള്ളിലൊതുക്കി. തൻ്റെ ഇക്ക തൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും തൻ്റെ ഇക്ക തൻ്റെ അടുത്ത് വന്ന് എൻ്റെ പേര് വിളിച്ച് എൻ്റെ അടുത്ത് ഇരുന്നല്ലോ, അത് മതി എനിക്ക് എല്ലാം ഉരുകിപ്പോവാൻ. അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് എൻ്റെ ഇക്കയെ. എന്നാൽ നീ ഉറങ്ങിക്കോ മുഹ്സിന, ഞാനിവിടെ തന്നെ ഉണ്ട്. അവൾ പതിയെ ഉറക്കത്തിലേക്ക് മയങ്ങി. മുഹ്സിന അറിയാതെ അവൻ്റെ ചുമലിലേക്ക് തല വെച്ച് മയങ്ങിപ്പോയി. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ അനസ് അവിടെ തന്നെ അവളുടെ അടുത്ത് തന്നെ വന്നിരുന്നു. അവളുടെ പ്രാർത്ഥന കൊണ്ടാണോ എന്നറിയില്ല, അനസിന് എന്തോ ഒരു സ്നേഹം പോലെ അവളോട്.
ഇത് കണ്ട് പെട്ടെന്ന് അതാ ഷാനിബ എഴുന്നേറ്റ് വരുന്നു. ഓ, അവരുടെ ഒരു സ്നേഹം ഞാൻ ഇപ്പം ശരിയാക്കി തരാം. എനിക്ക് കിട്ടാത്ത സ്നേഹം അവൾക്കും കിട്ടണ്ട. ഡാ അനസേ, വാ നമുക്ക് ബാക്ക് പോയിരിക്കാം, അവിടെ ഒരുപാട് സ്ഥലമുണ്ട്, വാ. പക്ഷേ അനസിന് മുസിനയെ തനിച്ചാക്കി വരാൻ മനസ്സ് അനുവദിച്ചിരുന്നില്ല. ഞാൻ എണീറ്റാൽ മുസിന അവിടെ വീഴും എന്ന് കരുതി അവൻ തൻ്റെ ബാഗ് അവിടെ വെച്ച് മുസിനയുടെ തല അതിലേക്ക് വെച്ചു. അവർ ബാക്കിൽ പോയിരുന്ന് ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അനസിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നി. മുസിനയെ കൊണ്ടുവരണ്ടായിരുന്നു. അവൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രശ്നത്തിന് ഇടയാവും എന്ന് അനസ് വിചാരിച്ചു. കുറച്ച് സമയത്തിന് ശേഷം മുസിന ഉറക്കത്തിൽ നിന്നും എണീറ്റു. തൻ്റെ ഇക്കയെ വീണ്ടും കാണുന്നില്ല. ഇവിടെ പോയി ഇക്ക, ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണല്ലോ, വീണ്ടും ഇക്ക ഇവിടെ പോയി എന്ന് കരുതി വീണ്ടും മുസിന എണീറ്റ് നിന്ന് ഒന്നുകൂടി നോക്കി. അപ്പോൾ അതാ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ഇക്ക വേറൊരു പെണ്ണുമൊത്ത് സംസാരിച്ചിരിക്കുന്നു. ഇത് കണ്ട മുസിന മനസ്സിൽ, പടച്ച റബ്ബേ, ഇനി എനിക്ക് ഇക്കയുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല, എന്ത് വിധിയാണ് റബ്ബേ എനിക്കിത് എന്ന് ഉറക്കെ കരയാതെ തന്നെ മനസ്സിൽ അവൾ അലറി അവിടെ തന്നെ ഇരുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ പറയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.